കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അംബേദ്കറെയും വീര സവർക്കറെയും തുടർച്ചയായി കോൺഗ്രസ് അപമാനിക്കുന്നു. അംബേദ്കറെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ്. നുണപ്രചാരണത്തിലൂടെ കോൺഗ്രസ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളെ കോൺഗ്രസ് തകർത്തെന്നും അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है। कांग्रेस पार्टी ने सावरकर जी का भी अपमान किया। कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी। नारी सम्मान को भी सालों तक दरकिनार किया। न्यायपालिका का हमेशा अपमान किया। सेना के शहीदों का अपमान किया और भारत की भूमि तक को संविधान तोड़कर विदेशी देशों को देने की हिमाकत कांग्रेस पार्टी के शासन में हुई। कि बाबा साहेब आंबेडकर का कांग्रेस ने किस तरह से पुरजोश विरोध किया था। बाबा साहब के न रहने के बाद भी किस प्रकार से कांग्रेस ने बाबा साहब को हास्य पर ढकेलने का प्रयास किया। जहां तक भारत रत्न देने का सवाल है, कांग्रेस के नेताओं ने कई बार खुद ही अपने आप को भारत रत्न दिए हैं। 55 में नेहरू जी ने खुद को भारत रत्न दे दिया। 71 में इंदिरा जी ने खुद को भारत रत्न दे दिया और 1990 में बाबा साहब को भारत रत्न तब मिला जब कांग्रेस पार्टी सत्ता में नहीं रही और भारतीय जनता पार्टी के समर्थन वाली सरकार थी। ഡൽഹിയിലാണ് BJP ആസ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായി കോൺഗ്രസിനെതിരെ കടന്നാക്രമിച്ചത്. പ്രത്യേകിച്ചും പാർലമെന്റിൽ അവിടുത്തെ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ തുടർച്ചയായ സമീപനത്തെ അദ്ദേഹം എതിർക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പി, അദ്ദേഹത്തെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടുത്താൻ ശ്രമിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതേപോലെ തന്നെ അംബേദ്കർക്ക് ഭാരതരത്ന അടക്കമുള്ള ബഹുമതികൾ നൽകിയത് BJP സർക്കാരിൻ്റെ കാലത്താണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം അമിത്ഷാ എടുത്തു പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കോൺഗ്രസിൻ്റെ കപടമായ അംബേദ്കർ സ്നേഹത്തെ അദ്ദേഹം തുറന്നു കാണിക്കുകയായിരുന്നു. അംബേദ്കറിനെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള, അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ആശയങ്ങളെ എല്ലാ കാലത്തും എതിർത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അംബേദ്കറിന് മതിയായ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്മാരകം പോലും ഇത്ര പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസ് ഇവിടെ നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞില്ലേ ഗൗതം? വിനോദ്, കഴിഞ്ഞ ദിവസം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിനിടയിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കറെ അദ്ദേഹം അപമാനിച്ചു എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. ഇന്നത്തെ പകൽ മുഴുവൻ കോൺഗ്രസ് ഈ ആരോപണമാണ് ഉയർത്തിയത്. വൈകുന്നേരം 4:30 കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇതേ ആരോപണം ഉയർത്തിക്കൊണ്ട് അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി. 5:30 കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തെത്തി കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനും മറുപടി നൽകിയത്. എന്തായാലും ആ മറുപടി ഭാരതത്തിൻ്റെ ചരിത്രത്തെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കൽ കൂടി വിവരിക്കുന്നതായിരുന്നു എന്നതാണ് കൃത്യമായി എടുത്തു പറയേണ്ടത്. അതായത് എങ്ങനെയാണ് BR അംബേദ്കർ എന്ന ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയെ മുഖ്യധാരയിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ആശയത്തെയും എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവും നെഹ്റു പരിവാറും തിരസ്കരിച്ചത് എന്നതിൻ്റെ ചരിത്രമാണ് വാർത്താ സമ്മേളനത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. 1951 അതിനുശേഷവും BR അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നെഹ്റു നേരിട്ട് എങ്ങനെയൊക്കെ
അംബേദ്കറുടെ പരാജയം ഉറപ്പുവരുത്താം എന്നതിനെപ്പറ്റി ശ്രമം നടത്തി. ആ ശ്രമത്തിൻ്റെ പരാജയമാണ് ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ പാർലമെന്റിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് നെഹ്റുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടി മുന്നോട്ട് വെച്ച ആശയം ദളിതരുടെയും പിന്നോക്ക വിഭാഗത്തിൻ്റെയും ഉന്നമനം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി BR അംബേദ്കർ മുംബൈയിൽ മത്സരിക്കുമ്പോൾ നെഹ്റു തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുമോ അതിൽ വേണ്ട എല്ലാ ഗവേഷണവും നെഹ്റു അക്കാലത്ത് നടത്തിയെന്നത് പല ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നതാണ്. അക്കാര്യം അമിത്ഷാ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒപ്പം ഭാരതരത്നവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം അത് സാധാരണയായി പ്രധാനമന്ത്രിമാർ മറ്റുള്ളവർക്കായാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ 2 പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും അവർ തന്നെ സ്വന്തമായി ഭാരതരത്നം പ്രഖ്യാപിച്ച് സ്വന്തമായി ഭാരതരത്നം നേടിയതാണ്. അക്കാര്യം ചൂണ്ടിക്കാണിച്ച അമിത്ഷാ പറഞ്ഞത്, ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർക്ക് ഭാരതരത്നം നൽകുവാൻ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ സർക്കാർ മാറി നിൽക്കേണ്ടി വന്നു അധികാരത്തിൽ നിന്ന് എന്നുള്ളതാണ് ചരിത്രം. അതായത് കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലിരുന്ന ഒരു ഘട്ടത്തിലും, അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തോ അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ ആകട്ടെ, ഈ സമയത്തൊന്നും BR അംബേദ്കർക്ക് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി നൽകുവാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ, BJPയുടെ പിന്തുണയുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് BR അംബേദ്കർക്ക് ഭാരതരത്ന സമ്മാനിച്ചതെന്നും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് BR അംബേദ്കറുടെ ചിത്രം വയ്ക്കുന്നത് പോലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന VP സിംഗിന്റെ ഭരണകാലത്താണ് എന്ന ചരിത്രമാണ് ഒരിക്കൽ കൂടി BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. അതായത് കോൺഗ്രസിന്റെ ചരിത്രം, നെഹ്റുവിന്റെ ചരിത്രം എന്ന് പറയുന്നത് BR അംബേദ്കറെ പോലെ, VD സവർക്കറെ പോലെയുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ധീര ദേശാഭിമാനികളെ ഒതുക്കിയതാണ്, അവരുടെ ലെഗസിയെ ഒതുക്കിയതാണ് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. തീർച്ചയായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ചും BR അംബേദ്കറുടെ കാര്യത്തിൽ കോൺഗ്രസ് നടത്തുന്ന കള്ളക്കളികൾ പൊളിച്ചെഴുതുകയായിരുന്നു അമിത്ഷാ. കോൺഗ്രസ് ഒരു കാലത്തും BR അംബേദ്കറെ അനുകൂലിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ് ശ്രമിച്ചത്. രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി പതിറ്റാണ്ടുകളായി ഭാരതം ഭരിച്ച കോൺഗ്രസ് നൽകാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഇതര സർക്കാർ, പ്രത്യേകിച്ചും BJP പിന്തുണയോടെ ഭരിച്ച സർക്കാരാണ് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയത്. അംബേദ്കർക്ക് മതിയായ ഒരു സ്മാരകം നിർമ്മിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.